പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ദിനംപ്രതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മേഖലയിലെ സുരക്ഷാ അവസ്ഥ ഗുരുതരമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്കായി ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമായി. എന്നാൽ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിനെ നിരസിച്ചതിനെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ നേതാക്കളെ പരിഹസിക്കുകയും ചെയ്തു. കരാർ അംഗീകരിച്ചാൽ രാജ്യത്തിനകത്ത് പ്രതിഷേധമോ അതിലൂന്നിയ ഭീഷണികളോ ഉണ്ടാകുമെന്ന ഭയമാണ് ഇറാന്റെ നിലപാടിന് പിന്നിലെന്നാണ് ട്രംപ് ആരോപിച്ചത്. ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ സ്വന്തം വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. യുഎസിന്റെ വെടിനിർത്തൽ ശ്രമങ്ങളെ ശക്തമായി തള്ളിയ ഇറാൻ തങ്ങളുടെ സുരക്ഷയും പരമാധികാരവും ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന നിലപാട് ആവർത്തിച്ചു. ടെഹ്റാൻ യുഎസ് നിർദ്ദേശങ്ങൾ പരിശോധിച്ചെങ്കിലും അതിലെ നിബന്ധനകൾ അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവഹാനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ടെഹ്റാനിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു പുറമെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിൽ ഡ്രോൺ പതിച്ച് തീപിടുത്തമുണ്ടായതും ആശങ്ക വർദ്ധിപ്പിച്ചു. ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച ആക്രമണ പരമ്പരയുടെ ഭാഗമായി ഗൾഫ് മേഖലയിലെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ഫഹാർ നഗരത്തിലും ശക്തമായ വ്യോമാക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ മേഖലയിൽ സൈനിക കേന്ദ്രങ്ങളും ആണവ സൗകര്യങ്ങളും നിലനിൽക്കുന്നതിനാൽ ആക്രമണങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇതിനിടെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടർച്ചയായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്നതായി അധികൃതർ അറിയിച്ചു. ഇറാൻ പുറത്തിറക്കിയ പുതിയ സമാധാന നിർദ്ദേശത്തിൽ ശത്രുത അവസാനിപ്പിക്കൽ, ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങൾ നിർത്തൽ, യുദ്ധനഷ്ടപരിഹാരം, ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഘർഷത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദരിദ്രരെയും ദുർബലരെയുമാണെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ ശത്രുക്കൾ ഇറാന്റെ ദ്വീപുകളിലൊന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ചു. അത്തരം നീക്കങ്ങൾക്ക് ശക്തമായി മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ സൈനികർ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുവെന്നും അതിർവരമ്പുകൾ ലംഘിച്ചാൽ കടുത്ത പ്രതികരണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സൈനിക രംഗത്തും സംഘർഷം വ്യാപിക്കുകയാണ്. ഒരു അമേരിക്കൻ F-18 യുദ്ധവിമാനത്തെ ലക്ഷ്യം വെച്ചതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. കൂടാതെ യമന് സമീപമുള്ള ബാബൽ മന്ദേബ് കടലിടുക്ക് ഉപരോധിക്കാമെന്ന ഭീഷണിയും ഇറാൻ ഉയർത്തിയിട്ടുണ്ട്. ഇത് ആഗോള വ്യാപാരത്തിന് വലിയ തിരിച്ചടിയാകാൻ ഇടയുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലെബനനിൽ സുരക്ഷാ മേഖല വികസിപ്പിക്കാനുള്ള നീക്കങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നയതന്ത്ര ചർച്ചകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുഎസും ഇറാനും തമ്മിലുള്ള സംഭാഷണങ്ങൾക്ക് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വേദിയായേക്കുമെന്ന സൂചനയും നിലനിൽക്കുന്നു. യുദ്ധം വ്യാപകമാകുന്നതിനിടെ അമേരിക്കയുടെ 82ാം എയർബോൺ ഡിവിഷൻ മേഖലയിലേക്ക് വിന്യസിക്കാനുള്ള നീക്കങ്ങളും റിപ്പോർട്ടുകളിലുണ്ട്. അതേസമയം വ്യോമഗതാഗതത്തിലും ആഘാതം പ്രകടമാണ്. ഹോങ്കോങ് ആസ്ഥാനമായ കഥേ പസഫിക് സർവീസുകൾ മെയ് 31 വരെ റദ്ദാക്കി. അങ്ങനെ പശ്ചിമേഷ്യയിലെ സംഘർഷം നയതന്ത്രപരമായ പരിഹാരം കാണാതെ തുടർന്നാൽ ആഗോള സുരക്ഷയ്ക്കും സാമ്പത്തിക രംഗത്തിനും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്ക ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.